ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ വിചാരിച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ കേട്ടോ. ഇത് ഞാൻ എൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആക്കിയിട്ടാണ് എടുത്തത്. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മറ്റേ ആസിഫ് കാക്കൻ്റെ വീട്ടിലെത്തിക്കുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ബീഫ് വരട്ടിയതും അതിനെ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് തോനെ ഇവിടെ വന്നാൽ വീഡിയോ എടുക്കാനാവില്ല കേട്ടോ. കാരണം ഇവിടെ വന്നാൽ അധിക പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കലാണ് ഇങ്ങനെ കിച്ചണിലുള്ളതോ ഞാൻ എൻ്റെ പണികളൊക്കെ ആണല്ലോ വീഡിയോ എടുക്കൽ. അപ്പോൾ ഇവിടെ വന്നാൽ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ എൻ്റെ ഉമ്മയും നാത്തൂനും ഭയങ്കര സ്പീഡിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ നേരെ തിരിച്ചു, ഞാൻ ഭയങ്കര മെല്ലെ പണിയെടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കുറച്ച് ലേറ്റായിട്ടൊക്കെ ആണല്ലോ ഇവിടെ നിന്ന് എണീക്കുക. നമ്മളെ പുരയിൽ നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങുമല്ലോ. അപ്പോൾ ഞാൻ എണീച്ച് വരുമ്പോഴേക്കിനും ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പിന്നെ എന്തെങ്കിലും കുറച്ച് ചില്ലറ പണികളോ ഉണ്ടാവുള്ളൂ. അതിനിപ്പോൾ ഞാൻ സഹായിക്കേണ്ടി വരലൊന്നുമില്ല. പക്ഷേ ഇന്ന് മറ്റേ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടോ, ചായ കുടിച്ചോ കഴിഞ്ഞപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് പണികളൊക്കെ ചെയ്ത് കൊടുക്കുക. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ കുറച്ച് പണികളൊക്കെ. അല്ലാണ്ട് വലുതായിട്ടൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അതൊക്കെ അതിനെ പോലെ വേഗം ചെയ്ത് തീർക്കല്ലോ. ഓൾക്ക് രാവിലെ സ്പീഡ് പണി തീർത്ത് ഒരു 10 മണിയാകുമ്പോഴേക്കിനും അകത്ത് കയറണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരാണ് കേട്ടോ. പക്ഷെ ഞാനങ്ങനെയല്ല, ഞാൻ കുറേ ലേറ്റായിട്ട് മെല്ലെ പണിയെടുക്കുള്ളൂ. അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹൗസ് വാമിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാർ നമ്മളെ മുറ്റത്താണ് കേട്ടോ പന്തലിടൽ. പിന്നെ ഞാൻ ആത്തിരുന്നപ്പോൾ എൻ്റെ സ്നേഹനിധിയായ നാത്തൂന് എനിക്ക് കുറച്ച് മാങ്ങയൊക്കെ മുറിച്ച് ഉപ്പ് മുളകാക്കി കൊണ്ട് തന്നിട്ടോ. പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നാൽ കിടത്തും ഉറക്കം തന്നെ പണിയുള്ളൂല്ലോ. അപ്പോൾ നോക്കുമ്പോൾ അതാ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ നല്ല പെരും മഴ പെയ്യുന്നുണ്ട്. നല്ല ഇരുട്ട് കുത്തിയ മഴ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിട്ട് ഉറങ്ങാൻ. ഒരു 4:30 വരെയൊക്കെ ഞാൻ ഉറങ്ങിയിട്ട് ഇപ്പോൾ അതാ എണീച്ച് വന്ന് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ വന്നാൽ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ചായ കുടിക്കില്ല. രാവിലെ ഒരു ചായ ഉണ്ടാവും, പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് അങ്ങാടി പോയാൽ ചിലപ്പോൾ ഇപ്പോൾ ചായക്ക് കടിയൊക്കെ വാങ്ങി വരും. അപ്പോൾ അങ്ങനെ ചായ കുടിക്കും. ഞാൻ ഇവിടെ വന്നാൽ കുറേ പ്രാവശ്യം ചായ കുടിക്കലുണ്ട് കേട്ടോ. പിന്നെ അതാ രാത്രിയായപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോളിങ്ങനെ ചിത്രം വരയ്ക്കുക. അപ്പോൾ അടുത്ത് തന്നെ എൻ്റെ മോനും ഉണ്ട്. ഇവർ രണ്ടാളെയും സ്നേഹം ചില നേരത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര സ്നേഹമാണ്, ചില നേരത്തെ രണ്ടെണ്ണോട് ഭയങ്കര തല്ലുവാണേ. പിന്നെ അതാ രാത്രിയായപ്പോൾ ഫുഡ് കഴിക്കാൻ മീനൊക്കെ പൊരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ പൊരിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ വേറൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.